അപ്പൊ മരണസമയത്തെ ചിന്തകളും അതിപ്രാധാന്യമുള്ളവയാണ്. ഇപ്പൊ ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്, നാം അലമാരയിൽ ഇരിക്കുന്ന ധനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞാല് അടുത്ത ജന്മം ആ ധനത്തിന് കൂട്ടിരിക്കാനായി പാറ്റയായി നമ്മൾ ജനിക്കും അത്രേ. പിന്നെ അതേപോലെ സ്വത്തിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വേവലാതിപ്പെട്ട് നമുക്ക് മരണപ്പെടേണ്ടി വന്നാല് ആ പറമ്പിലെ, അതായത് ആ വസ്തുവില് ചിലവഴിക്കാൻ പറ്റുന്ന പാമ്പായോ എലിയായോ ഒക്കെ നമുക്ക് അടുത്ത ശരീരം ലഭിക്കും എന്നൊക്കെയാണ് പറയുന്നത്. വീടിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞാല് പട്ടിയായിട്ട് മാറും നമ്മള്. എപ്പോഴും മടി, ഉറങ്ങാനുള്ള താല്പര്യം, അങ്ങനെയുള്ള ആളുകള് എന്താണ്, മടിയന്മാരായിട്ടുള്ള കരടിയായിട്ട് ജനിക്കത്രേ. അസൂയ ഉള്ളവരാണ് നമ്മളെങ്കിൽ നാം അടുത്ത ജന്മത്തില് പാമ്പായിട്ട് ജനിക്കും എന്ന് പറയാണ്. പിന്നെ ഒരു ശരീരം എപ്പോഴും ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ആളുകൾ അല്ലെ, ഇപ്പോഴത്തെ കാലത്തൊക്കെ അതുപോലെ ഉള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ അടുത്ത ജന്മത്തില് തങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും പ്രദർശിപ്പിക്കാവുന്ന രീതിയിൽ ഒരു മരമായിട്ടാണ് മാറുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്.